ശ്രീ ജേക്കബ് ജോർജ് ഇപ്പോൾ ഇതിൽ തന്നെ നോക്കൂ, ഒരു ശബ്ദരേഖ വരുന്നു. അതിനു മുമ്പ് തന്നെ ഒരു മാസമായി മാധ്യമങ്ങളിൽ പലയിടത്തും ഈ മദ്യനയം സംബന്ധിച്ചുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അത് മാറി മദ്യനയം മാറുകയാണ്, ഡ്രൈ ഡേ ഇല്ലാതാക്കാൻ പോവുകയാണെന്നൊക്കെയുള്ള വാർത്ത വരുന്നു, ചർച്ചകൾ നടക്കുന്നു. അതിനെ പിടിച്ചുകൊണ്ട് വി ഡി സതീശനും കെ സുധാകരനുമൊക്കെ ഈ ശബ്ദരേഖയിൽ പിടിച്ചുകൊണ്ട് ഇന്നലെ ചാടി വീണു. എം പി രാജേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടു. ഇന്ന് ഒരു പടി കൂടി കടന്നിട്ടാണ് റിയാസിൻ്റെ രാജിയിലേക്ക് തന്നെ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നിടത്തേക്ക് എത്തിയത്. യൂത്ത് ലീഗിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ സമരങ്ങളൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടു. ഇതിനിടയിൽ നിയമസഭാ സമ്മേളനമൊക്കെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലമൊക്കെ ഒരുങ്ങി വരുമ്പോഴാണ് ഇതപ്പോൾ അനിമോൻ്റെ പുതിയ മെസ്സേജ് വരുന്നത്. ഇതിപ്പോൾ യു ഡി എഫിന് അടി കിട്ടിയ അവസ്ഥയാണോ? അല്ല, അനിമോൻ്റെ മെസ്സേജ്, അനിമോനെ കാണിച്ചത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു മണ്ടത്തരം തന്നെയാണ്. ആരെങ്കിലും അങ്ങനെ ശബ്ദ സന്ദേശം അയക്കുമോ കാശ് പിരിക്കാൻ വേണ്ടി, അതും ഗവൺമെൻറ്റിന് കൊടുക്കാൻ വേണ്ടി? അങ്ങേയറ്റത്തെ അബദ്ധമാണ് അനിമോൻ കാണിച്ചത് എന്നുള്ളത് ഒരു കാര്യം. അനിമോൻ ഒരു ബാർ ഉടമസ്ഥനാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയില്ല. പക്ഷേ അനിമോൻ്റെ പേര് ആദ്യം കേരളം കേൾക്കുന്നത് കെ എം മാണി സാറിനെതിരെ ഉയർന്ന ബാർ കോഴ ആരോപണങ്ങളുടെ പേരിലാണ്. അന്ന് ജേക്കബ് തോമസ് ആയിരുന്നു, ഡോക്ടർ ജേക്കബ് തോമസ് ആയിരുന്നു IPS ADGP. അദ്ദേഹമായിരുന്നു കേരളത്തിൻ്റെ വിജിലൻസ് ഡയറക്ടർ. അദ്ദേഹത്തിന് കെ എം മാണി ഒട്ടൊരു പക്കയുണ്ടായിരുന്നു. കെ എം മാണി എങ്ങനെയെങ്കിലും പോട്ടണം, ഈ കേസിൽ കുരുക്കണം എന്നുണ്ടായിരുന്നു. നമുക്കതിൻ്റെ പശ്ചാത്തലം ഞാൻ ഒരു മിനിറ്റ് എടുക്കത്തേ ഉള്ളൂ. അതിൻ്റെ പശ്ചാത്തലത്തിൽ അത് തുടങ്ങിയത് ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ ഇട്ടത് സാക്ഷാൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അദ്ദേഹമാണ് അമേരിക്കൻ യാത്ര കഴിഞ്ഞ് മടങ്ങി എയർപോർട്ടിലെത്തിയപ്പോൾ ഒട്ടും വൈകാതെ പത്രക്കാരെ വിളിച്ചിട്ട് ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ ഇടുകയാണ്. അവിടെ തുടങ്ങി ഒരു കോലാഹലം. ബാർക്കോഴ അവിടെ ഇങ്ങനെ തീ കത്തി അങ്ങോട്ട് തുടങ്ങുകയാണ്. അതിൻ്റെ അനന്തരഫലമായിട്ടാണ് ജേക്കബ് തോമസിൻ്റെ വിജിലൻസ് അന്വേഷണം വരുന്നു. വിജിലൻസ് അന്വേഷണത്തിൽ അദ്ദേഹം കെ എം മാണിക്കെതിരെ മൊഴി പറയാൻ പറ്റിയ 4 പേരെ സംഘടിപ്പിച്ചു. അതിൽ ഏറ്റവും പ്രധാനി അനിമോൻ എന്ന തൊടുപുഴയിലെ ബാർ ഉടമസ്ഥനായിരുന്നു. പിന്നെ മറ്റുള്ളവരെയൊക്കെ എനിക്ക് തോന്നുന്നു സേനാപതി വേണുവിന് അറിയായിരിക്കും. മറുകര കുഞ്ഞാപ്പൻ, അംബാസഡർ തങ്കച്ചൻ കോട്ടയം സ്വദേശി, സജു ഡേവിസ് കാഞ്ഞിരപ്പള്ളി, അവരൊക്കെ ബാർ ഉടമസ്ഥരാണ്. അപ്പോൾ അവർ തമ്മിലുണ്ടാക്കിയിരുന്ന ഒരു ധാരണ, ആദ്യം രാവിലെ തിരുവനന്തപുരത്ത് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിൻ്റെ മുമ്പിൽ സാക്ഷി പറയുന്നത് അനിമോൻ, അതിനുശേഷം തങ്കച്ചൻ, അതിനുശേഷം സജു ഡൊമിനിക്. അവരങ്ങനെ പദ്ധതിയിട്ടിട്ട് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുന്നു. അനിമോൻ രാവിലെ നേരത്തെ തന്നെ തിരിച്ചു, കാലത്തെ തിരിച്ചു. 11 കൂടി കൊട്ടാരക്കര എത്തിയിട്ടുണ്ടാവണം. പക്ഷേ കൊട്ടാരക്കര വെച്ച് അനിമോൻ യാത്ര നിർത്തി. അതിനിടയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് ലാലേ. യാത്ര നിർത്തി അദ്ദേഹം മടങ്ങിപ്പോവുകയാണ്, സാക്ഷി പറയാൻ പോയില്ല. അപ്പം കൂടെ വരേണ്ടിയിരുന്ന കുഞ്ഞാപ്പനും തങ്കച്ചനും സജു ഡൊമിനിക്കും അതോടുകൂടി യാത്ര മുടക്കി. അവരും തിരുവനന്തപുരത്ത് എത്തിയില്ല, വിജിലൻസ് ഡയറക്ടർക്ക് മൊഴി കൊടുത്തില്ല. അതിനകത്ത് എന്തോ അന്തർനാടകം ഉണ്ട്, അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. ജേക്കബ് തോമസിൻ്റെ ലക്ഷ്യം കെ എം മാണിയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അദ്ദേഹം 8 വാഹനങ്ങൾ അതിനുവേണ്ടി തയ്യാറാക്കി നിർത്തി. പാലായിലും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ കെ എം മാണിയെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മകൻ ജോസ് കെ മാണി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരെ പോലും, പെൺമക്കൾ ഉൾപ്പെടെ അവരുടെ കുടുംബത്തിൽപ്പെട്ടവരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് അന്ന് അദ്ദേഹം നടത്തിയത്, ജേക്കബ് തോമസ്. പക്ഷേ അതെല്ലാം അലസിപ്പോയി. ഈ സാക്ഷിമൊഴി കിട്ടിയില്ല. അതുകൊണ്ട് മാത്രമല്ല, വേറെ പല കാരണങ്ങൾ കൊണ്ടും അത് നടന്നില്ല. കെ എം മാണി ഒളിവിൽ പോയി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കെ എം മാണി ആ വീട്ടിൽ നിന്ന് മാറി നിന്നു. ആ ദിവസം അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ അത്രയ്ക്ക് സംഭവബഹുലമായിരുന്നു ബാർക്കോഴ എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഈ പഴയ ഒരു കഥ എടുത്ത് പറഞ്ഞത്, പഴയ ഒരു ഉദാഹരണം എടുത്ത് പറഞ്ഞതെന്നേ ഉള്ളൂ. ഇവിടെ ഈ ആരോപണം രാഷ്ട്രീയമായിട്ട് വളരെ പ്രതിപക്ഷത്തിന് ഉപയോഗിക്കാൻ കയ്യിൽ കിട്ടിയൊരു വലിയ ആയുധമാണ്. അവർ അത് ഉപയോഗിക്കും, രാഷ്ട്രീയമായിട്ട് അവർ ഉപയോഗിക്കും. മാധ്യമങ്ങൾക്ക് ഇതിലൊക്കെ വലിയ വാർത്തയാണ്. 1-ാം പേജിൽ അവർ വാർത്ത കൊടുക്കുകയും ചെയ്യും. ഇത് തീ കത്തി നിൽക്കുവോളം കാലം, ഇതിനാരെങ്കിലുമൊക്കെ എണ്ണ ഒഴിക്കുവോളം കാലം അത് മാധ്യമങ്ങളിൽ 1-ാം പേജിൽ തന്നെ വരികയും ചെയ്യും. പിന്നീട് അതെങ്ങനെ വരും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു.
പക്ഷേ നിയമപരമായിട്ട് ഇപ്പം വിജിലൻസ് അന്വേഷണം വേണം, മന്ത്രി രാജിവെക്കണം എന്നൊക്കെ പറയുമ്പോൾ, പ്രതിപക്ഷം അങ്ങനെ പറയുമ്പോൾ അതിന് ഉപോത്ബലകമായ ഒരു കാരണമുണ്ടാവണം. ഇവിടെ അനിമോൻ്റെ ഒരു ശബ്ദരേഖ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ നിഷേധക്കുറിപ്പും വന്നിട്ടുണ്ട്. അത് മുഖവിലേക്ക് എടുത്തില്ലെങ്കിൽ പോലും ആ ആരോപണത്തിൽ പറയുന്നത് നിങ്ങളൊക്കെ കാശ് തരണം, ഗവൺമെൻറ്റിൻ്റെ മദ്യനയം മാറ്റണം, അതിൽ പ്രധാനപ്പെട്ടത് ഡ്രൈ ഡേ ഒഴിവാക്കണം, അങ്ങനെയുള്ള മാറ്റങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ കാശ് തരണം. അതാണ്. ഇവിടെ ആർക്കും കാശ് കൊടുത്തിട്ടില്ല, കാശ് പിരിച്ചിട്ടില്ല, കാശ് എന്തിനു മാറ്റിയിട്ടില്ല, ഇത്യാദി കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അതിന് യാതൊരു ഉദാഹരണവും നിലവിൽ ഇല്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ പേരിൽ എങ്ങനെ മന്ത്രി അറിഞ്ഞുകൊണ്ടാണ് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം രാജിവെക്കണം. മന്ത്രി പറഞ്ഞിട്ടാണോ അനിമോനെ ഇങ്ങനൊരു കാശ് പിരിക്കണം കേട്ടോ എന്ന് ആരെങ്കിലും പറയുമോ? എനിക്കറിയാം, കേരളത്തിൽ ഇടതുപക്ഷ ഭരിച്ച സമയത്തുണ്ടായ 3 മന്ത്രിമാരുടെ കാര്യം എനിക്ക് വ്യക്തമായിട്ടറിയാം. അതിലൊന്ന്, ആദ്യത്തേത് VS അച്യുതാനന്ദൻ്റെ കാലത്ത് എക്സൈസ് മന്ത്രിയായിരുന്ന PK ഗുരുദാസൻ. PK ഗുരുദാസൻ്റെ കാലത്ത് അദ്ദേഹം ഒരു മുറുക്കാൻ പോലും ഏതെങ്കിലും ബാറുടമയിൽ നിന്ന് മേടിച്ചതായിട്ട് ചരിത്രമില്ല, മേടിച്ചിട്ടില്ല. അതാണ് സത്യം. ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യഘട്ടത്തിൽ വന്ന മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹം പ്രഖ്യാപിച്ചു, എൻ്റെ വീട്ടിലേക്കോ എൻ്റെ ഓഫീസിലേക്കോ ഒരു ബാർ മുതലാളിമാരും എന്തെങ്കിലും ശുപാർശയായിട്ട് വരരുത് എന്ന്. അന്ന് VPP മുസ്തഫയാണ്, നമ്മുടെ അവിടെ ചർച്ചയ്ക്കുള്ള VPP മുസ്തഫയാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന PS. പിന്നീട് MP രാജേഷ് വന്നു. രാജേഷ് വളരെ പ്രൊഫഷണലായ ഒരു രാഷ്ട്രീയക്കാരനാണ്, വളരെ പ്രഗത്ഭനായ ഒരു ചെറുപ്പക്കാരനായ നേതാവാണ്. അദ്ദേഹം ഒരു കൈക്കൂലി മേടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കളങ്കിതമാക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചെയ്തിട്ട് യാതൊരു അറിവും എനിക്കില്ല. എൻ്റെ അറിവിൽ അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എൻ്റെ അറിവിലെന്ന് ഞാൻ പ്രത്യേകം പറയുന്നു. ബാക്കി സേനാപതി വേണുവിന് കൂടുതൽ അന്വേഷണം നടത്തി തെളിവുകളൊക്കെ ഹാജരാക്കിയൊക്കെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് രേഖപ്പെടുത്തേണ്ടത്, എൻ്റെ അറിവിൽ ഇവർ ബാർ മുതലാളിമാരെ തങ്ങളുടെ അടുത്തേക്ക് വരുത്തിയില്ല, അടുപ്പിച്ചില്ല, അവരോട് നേരിട്ട് സംസർഗം പുലർത്തിയില്ല. അവരുടെ അപേക്ഷകൾ വാട്ടവർ എന്താണെങ്കിലും, അവരുടെ അപേക്ഷകളാണെങ്കിലും പരാതികളാണെങ്കിലും ആ മിഷണറിയിലൂടെ മാത്രമേ അദ്ദേഹം സ്വീകരിച്ചുള്ളൂ. നേരിട്ട് ആരെയും കണ്ടില്ല. ഇവരൊക്കെ ഈ 3 പേരുടെ കാര്യത്തിൽ ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ സാക്ഷ്യം മാത്രമാണത്. അവർ അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത്. ഇനിയിപ്പോൾ ബാക്കി രാഷ്ട്രീയത്തിൽ എന്തും പറയാം. രാഷ്ട്രീയത്തിലെ ആരോപണങ്ങൾ എന്ത് ഉന്നയിക്കാം ലാൽ. അത് രാഷ്ട്രീയമായിട്ട് ഇടതുമുന്നണി നേരിടണം, CPM നേരിടണം. അത് CPM-നെ ഇടതുമുന്നണിക്ക് നേരിടാൻ അറിയാം എന്ന് തന്നെയാണ്. കോൺഗ്രസ്സിന് അത് എങ്ങനെ അറ്റാക്ക് ചെയ്യണമെന്നും അറിയാം. 2 മുന്നണികൾ തമ്മിലുള്ള വഴക്ക് അത് വേറെ കാര്യം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.